യു എസും നേരിട്ട് ആക്രമണം തുടങ്ങി. യമനിലാണ് US വ്യോമാക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 24 പേർ കൊല്ലപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ഹൂതികളാണ് US പ്രസിഡന്റ് ട്രംപിന്റെ ലക്ഷ്യം. ഹൂതികൾക്ക് മേൽ നരകം പെയ്തിറങ്ങുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പിന്നാലെയായിരുന്നു വ്യോമാക്രമണം. ഗസയിൽ ഇസ്രയേൽ അവശ്യ സാധനങ്ങൾ ഉൾപ്പെടെ തടഞ്ഞുവയ്ക്കുന്നതിനെ ഹൂതികൾ ചോദ്യം ചെയ്തിരുന്നു. ഗസ അതിർത്തിയിൽ നിന്നും ട്രക്കുകളെ കടത്തിവിട്ടിട്ടില്ലെങ്കിൽ ചെങ്കടലിൽ ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം വീണ്ടും തുടങ്ങുമെന്നും ഹൂതികൾ ഭീഷണി മുഴക്കിയിരുന്നു. പിന്നാലെയാണ് US യമനിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ആക്രമണത്തിൽ മരണം 31 കടന്നതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. 101 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടിലുണ്ട്. മരിച്ചവരിലും പരിക്കേറ്റവരിലും ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്നുള്ളതും റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം മിഡിൽ ഈസ്റ്റിൽ നടത്തുന്ന ഏറ്റവും ശക്തമായ ആക്രമണമാണിത്. ശനിയാഴ്ചയാണ് യമനിൽ വിവിധ പ്രദേശങ്ങളിൽ US ആക്രമണം നടത്തിയത്. യമനിൽ നടത്താൻ പോകുന്ന വിപുലമായ ആക്രമണത്തിന്റെ തുടക്കമാണിതെന്നാണ് ആക്രമണത്തിനു ശേഷം US വക്താവ് പ്രതികരിച്ചത്. ആക്രമണത്തിൽ ഹൂതികൾ രൂക്ഷമായ പ്രതികരണവുമായി രംഗത്ത് വന്നു. യമൻ തലസ്ഥാനമായ സനയിലെ ജനവാസ മേഖലയിലാണ് US ആക്രമണം നടത്തിയതെന്ന് ഹൂതികൾ പങ്കുവച്ച ടെലിഗ്രാം പ്രസ്താവനയിൽ പറയുന്നു. അന്തർദേശീയ നിയമങ്ങളുടെ ലംഘനമാണെന്നും യമന്റെ പരമാധികാരത്തിനു മേലുള്ള കടന്നുകയറ്റമാണിതെന്നും ഹൂതികൾ ആരോപിച്ചു. യമനോടും യമൻ ജനതയോടും ഞങ്ങൾ പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. മനുഷ്യരാശിക്ക് അപമാനമായ വംശഹത്യയെ നേരിടുന്നതിൽ ഗസയിലെ പാലസ്തീൻ ജനതയുടെ ദൃഢനിശ്ചയത്തെ പിന്തുണയ്ക്കുന്നു. അവർ സ്വീകരിച്ച നടപടികളെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. പ്രസ്താവനയിൽ ഹൂതികൾ പറഞ്ഞു. യുദ്ധക്കുറ്റമെന്നാണ് സംഭവത്തെ ഹൂതികളുടെ പോളിറ്റ് ബ്യൂറോ വിശേഷിപ്പിച്ചത്. യമൻ സേന തിരിച്ചടിക്കാൻ പൂർണ്ണ സജ്ജമാണെന്നും ഹൂതികൾ വ്യക്തമാക്കി. മുതിർന്ന IS നേതാവ് അബു ഖദീജയെ വധിച്ചതിനു പിന്നാലെയാണ് ഹൂതി കേന്ദ്രങ്ങളിൽ US വൻ ഡ്രോണാക്രമണം നടത്തിയിരിക്കുന്നത്. ചെങ്കടലിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണം. അമേരിക്കൻ കപ്പലുകൾ അടക്കം ആക്രമിച്ചിട്ടുണ്ട്. ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ വൻ തിരിച്ചടിയാണ് ഹൂതികൾക്കുണ്ടാകുകയെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഹൂതികൾക്ക് പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് ഇറാനോടും ട്രംപ് ആവശ്യപ്പെട്ടു. US-നെ ഇറാൻ ഭീഷണിപ്പെടുത്തിയാൽ തുടർന്നുള്ള ഭവിഷ്യത്തുകൾക്ക് ഇറാൻ മാത്രമായിരിക്കും ഉത്തരവാദിയെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇറാനുമായി ആണവ കരാറിനെക്കുറിച്ച് ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ് ദിവസങ്ങൾക്കുള്ളിലാണ് ഇറാന് മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത്. ചെങ്കടലിലെ ഹാരി എസ് ട്രൂമാൻ വിമാനവാഹിനി കപ്പലിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങളാണ് സനയിൽ ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ട്. യമനിലുടനീളമുള്ള വലിയ ഓപ്പറേഷന്റെ തുടക്കമാണിതെന്ന് മിഡിൽ ഈസ്റ്റിൽ സൈനിക മേൽനോട്ടം വഹിക്കുന്ന US സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് പറഞ്ഞു. ഹൂതി ശക്തി കേന്ദ്രത്തിലെ ഒരു കെട്ടിടത്തിന് നേരെയാണ് വ്യോമാക്രമണം ഉണ്ടായതെന്ന് സനയിൽ നിന്നുള്ളവർ പറയുന്നു. പ്രദേശത്തെ വിറപ്പിക്കുന്ന തരത്തിൽ ഒരു ഭൂകമ്പത്തിന് തുല്യമായ സ്ഫോടനമാണ് ഉണ്ടായതെന്ന് പ്രദേശവാസിയെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് സായുധ സംഘമായ ഹൂതികൾ ചെങ്കടലിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾ ലക്ഷ്യമാക്കി ആക്രമണം ആരംഭിച്ചത്. 2023 നവംബർ മുതൽ കപ്പലുകൾ ലക്ഷ്യമാക്കി ഹൂതികൾ 100-ലധികം ആക്രമണങ്ങൾ നടത്തി. ഇതോടെ മേഖലയിലൂടെയുള്ള വ്യാപാരം പല രാജ്യങ്ങളും നിർത്തിവച്ചിരുന്നു. ഗസയിലേക്ക് ട്രക്കുകൾ തടഞ്ഞ ഇസ്രയേലിനെതിരെ കപ്പലാക്രമണം പുനരാരംഭിക്കുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 4 ദിവസത്തിനകം ഭക്ഷ്യമരുന്ന് ട്രക്കുകൾ ഗസയിലേക്ക് പ്രവേശിപ്പിച്ചില്ലെങ്കിൽ ആക്രമണം നടത്തുമെന്നായിരുന്നു മുന്നറിയിപ്പ്. 1-ാം ഘട്ട വെടിനിർത്തൽ അവസാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി മാർച്ച് 2 മുതൽ ഗസക്കാരെ പട്ടിണിക്കിട്ടിരിക്കുകയാണ് ഇസ്രയേൽ. പുറമേ നിന്നുള്ള ഭക്ഷ്യസഹായ ട്രക്കുകളെ ഗസയിലേക്ക് വിടുന്നില്ല. ഇത് അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ ഇസ്രയേലിലേക്ക് പോകുന്ന കപ്പൽ ആക്രമിക്കുമെന്നുമാണ് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. മുന്നറിയിപ്പ് സമയം കഴിഞ്ഞതോടെ ഹൂതികൾ ആക്രമണം നടത്തിയേക്കുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2023 നവംബർ മുതൽ ഗസക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹൂതികൾ 100-ലേറെ ആക്രമണം കപ്പലുകൾക്ക് നേരെ നടത്തിയിട്ടുണ്ട്. ഇതിൽ 2 കപ്പലുകൾ കടലിൽ മുക്കി. മറ്റൊന്നിലെ ആക്രമണത്തിൽ കപ്പൽ പിടിച്ചെടുത്ത് 4 പേരെ വധിച്ചു. അന്നു മുതൽ സ്തംഭിച്ച ഏദൻ കടലിടുക്ക് വഴി ബാബൽ മന്ദബ് വഴി പ്രവേശിച്ച് സൂയസ് കനാൽ വഴി യൂറോപ്പിലേക്ക് പോകുന്ന പാത ഇതുവരെ പഴയപടിയായിട്ടില്ല. കപ്പലുകൾ ഈ റൂട്ട് ഒഴിവാക്കി ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ദിവസങ്ങൾ അധികം യാത്ര ചെയ്താണ് സഞ്ചരിച്ചത്. ജിദ്ദ പരമാവധി ഒഴിവാക്കി കിഴക്കൻ പ്രവിശ്യ വഴിയാണ് സൗദി അന്ന് ഷിപ്പിംഗ് ലൈനുകൾ പ്രവർത്തിപ്പിച്ചത്. വൻ വിലയേറ്റം ഇത് സൃഷ്ടിച്ചിരുന്നു. വെടിനിർത്തൽ വന്നതോടെ ചില ഷിപ്പിംഗ് ലൈനുകൾ വീണ്ടും സൂയസ് കനാൽ വഴി യാത്ര തിരിച്ചു. ഹൂതികളുടെ പുതിയ പ്രഖ്യാപനത്തോടെ ഇവർ വീണ്ടും ആശങ്കയിലാണ്. GCC രാജ്യങ്ങളെയും ഇത് ബാധിക്കും.